എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഇൻസ്റ്റൻ്റായി ടൊമാറ്റോ ദോശ ഉണ്ടാക്കാം. മാവ് അരയ്ക്കേണ്ട, പുളിപ്പിക്കേണ്ട, വളരെ പെട്ടെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ജോലിക്ക് പോകുന്നവർക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ഇതിനാദ്യം ഒരു മസാല അരച്ചെടുക്കാം. ഇതിന് ഒരു മിക്സി ജാറിൽ 3 തക്കാളി അരിഞ്ഞതും 1 തുണ്ട് ഇഞ്ചിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കുക. നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരം 3 വറ്റൽമുളക് ചേർത്തും ഇത് അരയ്ക്കാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. തക്കാളിയിലുള്ള വെള്ളത്തിൽ തന്നെ ഇത് അരഞ്ഞു കിട്ടും. ഇനി അരച്ച തക്കാളി മിശ്രിതം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ചേർക്കാം. അടുത്തതായി 1/2 കപ്പ് അരിപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സവാള പൊടിയായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, 1 തണ്ട് കറിവേപ്പില 2ആയി മുറിച്ചത് എന്നിവ ചേർക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് അടച്ച് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം നമ്മൾക്ക് ടൊമാറ്റോ ദോശയ്ക്ക് കോംബോവായി സ്പൈസി ടൊമാറ്റോ ചട്നി തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ എണ്ണ ചേർക്കുക. ഇനി എണ്ണയിലേക്ക് 2 സ്പൂൺ ഉഴുന്നുപരിപ്പും 1 തുണ്ട് ഇഞ്ചി ചെറുതായി നുറുക്കിയതും ചേർത്ത് വഴറ്റുക. ഗ്യാസ് സിമ്മിൽ വെച്ച് വഴറ്റുക. ഇനി 3 വെളുത്തുള്ളി മുഴുവനോടെയുള്ളത് ചേർക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം 8 വറ്റൽമുളക് ചേർക്കുക. വറ്റൽമുളകിൻ്റെ അളവ് നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഉഴുന്നുപരിപ്പ് കളർ മാറി ചുവന്ന് വരുമ്പോൾ ഒരു ചെറിയ സവാള നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടിയതും 3 തക്കാളി ചേർത്ത് വഴറ്റുക. വലിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വഴറ്റുക. തക്കാളി വെന്ത് ഉടഞ്ഞു വരുന്ന സ്റ്റേജിൽ 1 സ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് വഴറ്റുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ആറിയതിനു ശേഷം മിക്സിയിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. അരച്ച തക്കാളി ചട്നി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അലസി അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് ചട്നി താളിക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് ഉഴുന്നുപരിപ്പ്, കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് താളിക്കുക. ഇനി നമ്മൾക്ക് താളിച്ചത് തക്കാളി ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചട്നി ദോശ, ഇഡ്ഡലി എന്നിവയ്ക്കെല്ലാം നല്ലൊരു സൈഡ് ഡിഷാണ്. ചട്നി തയ്യാറായി. ഇനി നമ്മൾക്ക് ടൊമാറ്റോ ദോശ ചുട്ടെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ദോശക്കല്ല് വെച്ച് ചൂടാക്കുക. നമ്മൾ കലക്കി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കലക്കുക. 2 കപ്പ് വെള്ളമാണ് ആദ്യം ചേർത്തത്. റവ ചേർത്തതുകൊണ്ട് മാവ് ഒന്നുകൂടി കട്ടിയായി വരും. ആകെ 3 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. മാവ് കുറച്ച് ലൂസായിരിക്കണം. സാധാരണ ദോശമാവിനേക്കാളും കുറച്ചുകൂടി അയവ് വേണം. നമ്മൾ റവ ദോശയ്ക്ക് എടുത്ത മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഈ ദോശയ്ക്കും വേണ്ടത്. ഇനി ദോശത്തവ ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. തവ നല്ലപോലെ ചൂടായ ശേഷം മാവ് നല്ലപോലെ ഇളക്കി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് പരത്തേണ്ട. റവ ദോശയ്ക്ക് ചെയ്യുന്നത് പോലെ തവയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ദോശയുടെ മുകളിൽ നെയ്യോ എണ്ണയോ തൂവി സിമ്മിൽ വെച്ച് വേവിക്കുക. ദോശ മൊരിഞ്ഞ് ക്രിസ്പിയായി വരും. ഈ സ്റ്റേജിൽ ദോശ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്ത ദോശ പരത്തുന്നതിന് മുമ്പ് ഗ്യാസ് ഹൈയിൽ വെച്ച് ദോശക്കല്ല് നല്ലപോലെ ചൂടായതിനു ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നിങ്ങൾക്ക് മറിച്ചിട്ട് 2 സൈഡ് വേവിച്ചും ദോശ ചുടാം. ഒരു സൈഡ് മാത്രം വേവിച്ചും ഈ ദോശ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ടൊമാറ്റോ ദോശ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് സെർവ് ചെയ്യാം.
നമ്മൾ തയ്യാറാക്കിയ ടൊമാറ്റോ ചട്നിയുടെ കൂടെ മുരിഞ്ഞ നല്ല ക്രിസ്പി ദോശ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. ഈ ഇൻസ്റ്റൻറ്റ് ടൊമാറ്റോ ദോശ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.